സൺഡേ തുടങ്ങിയ വയ്യായ്മയാണ് കേട്ടോ, ഇതുവരെയും കുറവില്ല. പിന്നെ നമുക്ക് കൂടുതൽ ലീവ് എടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഇന്ന് ഓഫീസിലോട്ട് വന്നു. പുറത്ത് നല്ല ചൂടാണെങ്കിൽ ഓഫീസിലും ബസ്സിലും അപ്പാർട്ട്മെൻറ്റിലൊക്കെ നല്ല തണുപ്പായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്വെറ്റർ ഇട്ടിരിക്കുന്നത്. ഓഫീസിലെ എ സിക്ക് എന്തോ പ്രശ്നമുണ്ട്, അത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കൂളിംഗ് ആണെങ്കിൽ അത് ഹൈ ആയിട്ടേ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഓഫ് ചെയ്തിടണം. പനിയും ജലദോഷവും ചുമയും തലവേദനയും എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ കൂടെ എപ്പോഴും മാക്സ് ഓയിൽ കൊണ്ട് നടക്കും. അതിടുമ്പോൾ എനിക്ക് നല്ല ആശ്വാസമാണ് കിട്ടുന്നത്. 2 ദിവസം ലീവായത് കൊണ്ട് വർക്ക് ഒരുപാട് പെൻഡിങ് ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അതൊന്ന് ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തണുത്ത വെള്ളം കുറേ കുടിച്ച് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ കിടന്ന് അനുഭവിക്കുന്നത്. ഇപ്പം ചൂടുവെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്, കുടിച്ചിരിക്കുന്നു. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും പഴംപൊരിയും കട്ട്ലറ്റും എൻ്റെ കൊളീഗ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിച്ചിങ്ങനെ ഇരിക്കുക. വർക്കും കഴിഞ്ഞ് നേരെ റൂമിലെത്തി, ബാഗ് എടുത്തെറിഞ്ഞിട്ട് ഒറ്റ കിടപ്പായിരുന്നു. ഒട്ടും വയ്യായിരുന്നു, കണ്ണിൽ കൂടെ വെള്ളം വരുന്നു, തല പൊട്ടിത്തെറിക്കുന്ന ഒരു ഫീലായിരുന്നു. അങ്ങനെ പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി. 8:30 ഒക്കെ ആയപ്പം പോയി. പിന്നെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു, റിസൾട്ട് വന്നിട്ടില്ല, നാളെ വരൂ. പിന്നെ മെഡിസിൻസൊക്കെ മേടിച്ച് വന്നു. എല്ലാം കഴിഞ്ഞ് രാത്രി 11 മണിയായി എത്തിയപ്പോൾ. പനിയായ കാരണം ഒന്നും വെച്ചില്ലായിരുന്നു. പിന്നെ ഫുഡ് പുറത്തൊന്നും മേടിച്ച് കഴിച്ചിട്ട് മെഡിസിനും കഴിച്ച് കിടന്നുറങ്ങി. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുത്ത വീഡിയോ ആണ്. പനി പിടിച്ച കാരണം ഫേസ് ആകെ ഡള്ളുമായി, നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഒന്ന് സ്കിൻ കെയർ ചെയ്യാം. ഫേസ് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തായിരുന്നേ, ഹിമാലയയുടെ ഫേസ് വാഷ് വെച്ചിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അക്വാളജി കെയർ ഗ്ലോ പ്ലസ് ചെല്ലോ മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ പപ്പായ എക്സ്ട്രാക്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് യെല്ലോ കളറിലിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നും കോളേജ് കെയർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടർ ഷെഡ്സിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സെൻറ്റൽ നയാസിനമൈഡ് സൺസ്ക്രീനാണ്. ഇതിൽ SPF 50 PA++++ വരുന്നുണ്ട്. മാറ്റ് ഫിനിഷാണ് ഇത് തരുന്നത്. ഇത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 to 4 years ആയിട്ട് യൂസ് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലിപ് കെയർ ആണ്. ലിപ്പ് നല്ല ഡ്രൈ ആയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് റിനി ഫാബിൻ 5-1 ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. കറക്റ്റ് ടൈം ഹോസ്പിറ്റലിൽ പോയത് കൊണ്ട് ഇപ്പോൾ ഇച്ചിരി ആവും, നല്ല ഓക്കെ ആയി. എന്നാലും റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് സിക്ക് ലീവ് സർട്ടിഫിക്കറ്റ് തന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓൾറെഡി സാറിന് അയച്ചു കൊടുത്തു. അപ്പോൾ 2 days ലീവ് കൂടി തന്നു. ടോട്ടൽ 4 days ആണ് കേട്ടോ. തേഴ്സ്ഡേ ഫ്രൈഡേ ലീവാണ്, പിന്നെ 2 ദിവസം ഓഫായിട്ട് വരും, സാറ്റർഡേയും സൺഡേയും കൂടെ. അങ്ങനെ ടോട്ടൽ 4 days കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ട് ഓഫീസിൽ പോകാം. പുറത്തിത്തിരി വെയിലുള്ളതെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഭയങ്കര ചൂടും വെയിൽ ഡയറക്റ്റ് ഫേസിലടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെയിൽ കൊണ്ടിട്ട് ഇനിയും വീണ്ടും വയ്യാതാവുമെന്ന് വിചാരിച്ചു. ഞാൻ റൂമിൻ്റെ അകത്ത് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് മരുന്ന് കുടിക്കുകയാണ് കേട്ടോ. മരുന്ന് കുടിച്ചിട്ട് വീണ്ടും കിടന്നല്ല പോലെ ഉറങ്ങി.